കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖല കൈയടക്കാനുള്ള അവസരമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി സംസ്ഥാന കൺവീനർ കെ.പി. രാജേന്ദ്രൻ. ബി.ജെ.പി. സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയുള്ള അഖിലേന്ത്യാ പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നുള്ള ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ.പി. രാജേന്ദ്രൻ. ദേശീയ മാധ്യമങ്ങൾ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും കർഷക സമരത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറയുകയില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് കർഷക സമരത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഡോക്ടർ M.S. സ്വാമിനാഥന് നൽകിയ ആദരത്തോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കർഷകരോട് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടല്ല കേന്ദ്ര സർക്കാർ എടുക്കേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞതിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ പൊള്ളത്തരം വ്യക്തമാകും. എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും മിനിമം വേതനം 26,000 രൂപയാക്കണം. പുതിയ തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കണം. കർഷക ദ്രോഹ നയങ്ങളിൽ നിന്ന് പിന്മാറി കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കാനും കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും കെ.പി. രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CITU ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, INTUC നേതാവ് ജോൺസൺ ആവോക്കാരൻ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. CMS സ്കൂളിന് മുൻപിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ വിവിധ ട്രേഡ് യൂണിയനുകളിലെ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.